പത്തനംതിട്ട ജില്ലയിൽ ഇന്ന് രാത്രി മിന്നൽ പ്രളയത്തിന് സാധ്യതയെന്ന മന്ത്രി പി സി വിഷ്ണുനാഥ്. പ്രളയ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കും. ജാഗ്രത പാലിക്കണമെന്നും മന്ത്രി പറഞ്ഞു. പമ്പയിൽ അതിതീവ്ര വെള്ളപ്പൊക്ക മുന്നറിയിപ്പാണ് കിട്ടിയിരിക്കുന്നതെന്നും മന്ത്രി അറിയിച്ചു. ഇന്ന് രാത്രിയും അതിതീവ്ര മഴയുടെ സാധ്യതയാണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി നമുക്ക് നൽകിയിട്ടുള്ള മുന്നറിയിപ്പ്. ഇന്നലെ രാത്രി നമുക്ക് വലിയ ആശങ്കകളില്ലാതെ കഴിഞ്ഞുപോയി. ഇന്ന് പകൽ മഴ പെയ്തിട്ടില്ല. വൈകുന്നേരമാകുമ്പോൾ മഴ തുടങ്ങിയിട്ടുണ്ട്. രാത്രിയിൽ മഴ ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. എസ് വിനേഷ് കുമാർ ചേരുകയാണ്. വിനേഷ്, മിന്നൽ പ്രളയത്തിന് സാധ്യത എന്ന് പറയുമ്പോൾ ജനങ്ങൾ അത്രമേൽ ജാഗ്രതയിലായിരിക്കണം എന്നതുകൂടിയാണല്ലോ ആ മുന്നറിയിപ്പ്. അക്ഷിത, തീർച്ചയായും വളരെ ജാഗരൂകരാവണം ആളുകൾ എന്നുള്ള ഒരു മുന്നറിയിപ്പ് തന്നെയാണ്. ഇത് പ്രകൃതി ദുരന്ത നിവാരണ വിഭാഗത്തിന്റെയാണ് ഇങ്ങനെ ഒരു മുന്നറിയിപ്പ് വന്നിട്ടുള്ളത്. മന്ത്രി വിഷ്ണുനാഥ് പറയുന്ന അനുസരിച്ചാണെങ്കിൽ ഇന്ന് രാത്രിയിൽ മിന്നൽ പ്രളയത്തിന് സാധ്യത ഉണ്ടാവും എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ഇത് ദുരന്ത നിവാരണ വിഭാഗത്തിന്റെ മുന്നറിയിപ്പാണ് മന്ത്രി വ്യക്തമാക്കിയത്. എന്തായാലും ഈ പമ്പയിലൊക്കെ വലിയ തോതിലുള്ള മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്ന് രാത്രിയോടുകൂടി തന്നെ മഴ ശക്തമാകും. വൈകുന്നേരം മുതൽ തന്നെ മഴയുണ്ട്. അതുപോലെ തന്നെ ഈ ശബരിമല കാടുകൾ, ഈ പ്രധാനമായി പമ്പ ഉത്ഭവിക്കുന്ന ഭൂതത്താൻകെട്ടിൽ മുതൽ ഇങ്ങോട്ടുള്ള എവർഗ്രീൻ ഫോറസ്റ്റ് ഏരിയകളാണ്. ഇവിടെ എല്ലാം തന്നെ ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് കാര്യമായി ബാധിക്കുന്നത് പട്ടണം ഒന്ന് റാന്നിയാണ്. റാന്നിയിൽ നമ്മൾ കണ്ടതാണ്, കഴിഞ്ഞ 10 കിലോമീറ്റർ ഈ പമ്പാ നദിയുടെ തീരത്ത് 10 കിലോമീറ്റർ ദൂരം പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ആറന്മുളയിലും സമാനമായ സാഹചര്യം ഉണ്ടായി. ഒപ്പം തന്നെ അത് കുറഞ്ഞതോടുകൂടി തിരുവല്ല മേഖലയിൽ അപ്പർ കുട്ടനാടും അതുപോലെ തന്നെ നിരണം പോലെ ഭാഗങ്ങളിലെല്ലാം തന്നെ വെള്ളക്കെട്ടുണ്ടായിരുന്നു. ഏതായാലും ഇന്ന് രാത്രി ജാഗ്രത പുലർത്തണം എന്ന് തന്നെയാണ് മന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്. ഒപ്പം തന്നെ ആളുകളെ മാറ്റിപ്പാർപ്പിക്കുക. കാരണം നേരത്തെ തന്നെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. പക്ഷെ വെള്ളം ഇറങ്ങിയപ്പോൾ പല കുടുംബങ്ങളും തിരിച്ചു വീടുകളിലേക്ക് വന്നു. അവരോട് എത്രയും പെട്ടെന്ന് ബന്ധു വീടുകളിലേക്കോ അതുപോലെ തന്നെ സുഹൃത്തുക്കളുടെ അല്ലെങ്കിൽ ദുരിതാശ്വാസ ക്യാമ്പിലേക്കോ മാറാൻ വേണ്ടി നിർദ്ദേശം നൽകിയെന്നാണ് മന്ത്രി പറയുന്നത്. ഒപ്പം തന്നെ അല്പസമയം മുമ്പ് നമ്മൾ റാന്നി MLA-യുമായി ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. അദ്ദേഹം പറയുന്നത് പരമാവധി ആളുകളെ ഇതിനകം തന്നെ മാറ്റി കഴിഞ്ഞിട്ടുണ്ട്. ഇനി മാറ്റി പാർപ്പിക്കുന്ന ഒരു നടപടിയുടെ ആവശ്യം ഉണ്ടാവില്ല. കാരണം ഇതിന്റെ ഒരു മുന്നറിയിപ്പ് വന്നത് മുതൽ തന്നെ ആളുകളെ കൃത്യമായി വിവരം അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രാത്രി വൈകി ഒരു മാറ്റിപ്പാർപ്പിക്കൽ ഉണ്ടാവില്ല എന്ന് തന്നെയാണ് പറയുന്നത്. ആറന്മുളയിലും സമാനമായ സാഹചര്യമാണ്. പത്തനംതിട്ട ജില്ലയുടെ പമ്പയുടെ തീരങ്ങളിലാണ് പ്രധാനമായും പമ്പയുടെയും മണിമലയാറിന്റെയും അച്ചൻകോവിലാറിന്റെയും അതുപോലെ തന്നെ കല്ലാറിന്റെ എല്ലാം തീരങ്ങളിൽ ഉള്ളവരോട് ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രധാനമായും പമ്പാ നദി തന്നെ കരകവിഞ്ഞ് ഒഴുകും എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന ദുരന്ത നിവാരണ വിഭാഗത്തിന്റെ നിന്ന് ലഭിക്കുന്ന മുന്നറിയിപ്പ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ആളുകളോട് മാറി താമസിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിനേഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. പത്തനംതിട്ട ജില്ലയിൽ അതീവ ജാഗ്രത വേണം. ഈ രാത്രി മിന്നൽ പ്രളയത്തിന് സാധ്യതയാണ് മന്ത്രി അറിയിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.